എന്താണ് ഇത്? എന്തൊരു ഉറക്കോടാ ഇത്? വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. മണി 10:30 നോക്ക്. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. പിടിക്കട്ടടാ, അതിനല്ലേ സർക്കാർ അയാളെ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നത്. അതല്ലടാ, നീ അയാൾക്കല്ലേ ഒരു പട്ടര ചൂണ്ടിക്കാണിച്ചത്? അത് ഇതുമായിട്ട് എന്ത് ബന്ധമാടേ? അയാളുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചത്. ആ നേരാണോ? ഇതിന്റെ 20%, അതായത് 20 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ദൈവം നമ്മുടെ ഭാഗത്താടാ. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നിർത്താനുള്ള ഏറ്റവും നല്ല ചാൻസ്. നമ്മളിവിടെ ഒരു കലക്കൂടാ. ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? എന്തിനാടാ കള്ളു കുടിച്ച് ചാവുന്നതെന്ന് ഞാൻ പല ടൈപ്പിൽ ഉപദേശിക്കായിരുന്നു. ഇതൊരു പുതിയ ടൈപ്പാ. പക്ഷെ ഇത് വിജയിക്കും കേട്ടോ. അരവിന്ദാക്ഷൻ കാല് വാരുവോടെ. മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ, ഇയാളെന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കൊണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ. വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കേട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കുന്ന എന്താ? നീങ്ങ പറഞ്ഞേ വാ. ചായ. എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പിള്ളി ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ, പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. എടാ, എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കേണ്ട ഞാനാ, അത് നീയല്ല. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈ കടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തൂങ്ങാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാൽ മതി. എടാ, എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ എന്റെ പഴയ സ്വഭാവം വരും. ചെറ്റ 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 സ്വഭാവം. ചെറ്റ് പുകഴ്ത്തല്ലേ, സ്വയം പുകഴ്ത്തല്ലേ. എടാ, ഇത്തരം പറഞ്ഞാലുണ്ടല്ലോ, എടാ തെണ്ടി അടിച്ചിട്ട് എന്റെ മുഖത്തിന് ഷേപ്പ് ഞാൻ മാറ്റു. എന്നെ അടിച്ച് ഷേപ്പ് മാറ്റൂ. ഇതെന്താ ഇങ്ങനെ? എന്ത് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി ഞാൻ പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുക. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളിൽ താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യൻ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ, നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈയിടെയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ട തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ. അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ, മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോസേ. ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പിണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റേ. അതെ,
നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല, എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ആ, ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു മാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഏ ഇതുവഴി ഓ, മറന്നു. വീണ്ടും അംനേഷ്യ. ഹോ